പതിവായൻ്റെ ഉമ്മ പടിവാതിൽ കാത്തു നിന്ന് പുകയായും പൊടിയായും രാവേറെ ഞാൻ നിന്ന്. സുന്ദരിയായ ഒരു സ്ത്രീയെ പ്രാപിക്കണം. ഒരു കഥയുണ്ട്. അയാൾ ഭയങ്കര സാത്വികനായ മനുഷ്യനായിരുന്നു. പക്ഷെ അയാളുടെ മനസ്സിലൊരു ചെറുത്താൻ കൂടി, ഈ സുന്ദരിയായ സ്ത്രീയെ പ്രാപിക്കണമെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവളുടെ കയ്യിൽ ഒരു കുട്ടിയുണ്ട്, അതോടൊപ്പം തന്നെ ഒരു കുപ്പിയുമുണ്ട്. അയാൾ പറഞ്ഞു, എന്നെ നിങ്ങൾക്ക് പ്രാപിക്കണമെങ്കിൽ കുട്ടീനെ കൊല്ലണം, നേരെ നടക്കുമെന്ന് പറഞ്ഞു. അയാളെന്താ ചെയ്യുന്നത്? ഞാൻ തന്നെ കള്ളെടുത്തങ്ങ് അകത്താക്കി. കള്ളകത്തായ പിന്നെ കുട്ടീനല്ല അച്ഛനെയും കൊല്ലും. പിന്നീട് കുട്ടിയെ കൊല്ലുന്നു. പിന്നീട് ഇവളുമായി വേഴ്ചയിലേർപ്പെടുന്നു. മദ്യം കൊണ്ട്, ലഹരി കൊണ്ട് ഏതൊരു കുറ്റകൃത്യങ്ങൾ, പ്രമാദമായ കേരളത്തിലെ എത്ര കൊലപാതകങ്ങൾ. അവരെ നമ്മൾ വിളിച്ച് ചോദിക്കുന്ന സമയത്ത് അവരിങ്ങനെ പറയും, ഞങ്ങൾ ആദ്യം സിനിമക്ക് പോയി സമയം പോക്കാൻ, പിന്നീട് ഞങ്ങൾ കരുതി വച്ചിരിക്കുന്ന കള്ള് ഞങ്ങളെടുത്ത് കുടിച്ചു, ഞങ്ങൾ ഷെയർ ചെയ്തു, അതിനുശേഷം ഞങ്ങൾ ഇന്ന പോരേണ്ട പൂട്ട് പൊളിച്ചു, ഞങ്ങൾ ആദ്യം ഇന്നോവയിൽ കയറി, ഞങ്ങൾ കരുതി വച്ചിരിക്കുന്ന മദ്യം ഞങ്ങൾ അകത്താക്കി, മറ്റോ വണ്ടി നിർത്തി, മറ്റേ ആൾ വെട്ടി. കൊലപാതകം നടത്തുന്നവരും കളവ് നടത്തുന്നവരും സ്ത്രീകളെ അധിക്ഷേപിക്കുന്നവനും ഒക്കെ ചെയ്യുന്ന പണിയതാ. സ്വബോധത്തോടു കൂടി ചെയ്യാൻ പറ്റാത്ത പണികൾ ചെയ്യാൻ പറ്റുന്നൊരു സാധനം മദ്യം, ലഹരി ഉപയോഗിക്കുക എന്നുള്ളതാ. സ്വബോധം നഷ്ടപ്പെട്ടു പോകും. അതാണ് തിന്മയുടെ താക്കോലാണ് അതെന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിൽ നിന്ന് വിരമിച്ചില്ലെങ്കിൽ നിങ്ങൾ നാശത്തിലേക്കാണ് പോവുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാ. അപ്പം അതും ഒരു പരിധിവരെ, എന്നാൽ നമുക്ക് അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാം. പക്ഷേ കഞ്ചാവ് പോലത്തെ സാധനങ്ങൾ, അതേപോലെയുള്ള മറ്റു ഉൽപ്പന്നങ്ങൾ, രാസലഹരികൾ, അതിൽ തന്നെ അകപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരില്ല, ഭ്രാന്തനായി പോകും. എല്ലും തോലും ശുഷ്കിച്ച്, പല്ലുകളുടെ നിറം നഷ്ടപ്പെട്ട്, പല്ല് പൊടിയുന്നൊരു സൂക്കേട് വരും, പല്ല് പൊടിഞ്ഞു പോകും. ഒരേ കാലയളവിൽ 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരേ കാലയളവിൽ ഒന്നിച്ച് പഠിച്ച സുഹൃത്തിനെ കണ്ടുമുട്ടുന്നുണ്ട് ബാംഗ്ലൂരിൽ വെച്ച്. ബാംഗ്ലൂർ നിംഹാൻസിലെ പ്രഗത്ഭനായ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ, തൻ്റെ കൂടെ പഠിച്ച സഹോദരൻ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കുത്തിക്കളിക്കുക, ഇങ്ങനെ കളിക്കുമല്ലോ. അയാൾ പറഞ്ഞൊരു കഥയാ. മുപ്പരെന്ത് ചെയ്തു? മുപ്പർ മെല്ലെ നോക്കുമ്പോൾ കൂടെ പഠിച്ച ആളല്ലേ അത്, അതേ ഉറപ്പിച്ചുവൻ. മെല്ലെ പോയി വിളിച്ചു, പേര് വിളിച്ചു, ഇങ്ങനെ നോക്കി, ഓരോന്നും തിരിയുന്നില്ല. ഓർമ്മകളുടെ ഇഴകളിലേക്ക് കൊണ്ടുപോയി, നീ ഇന്ന ആളല്ലേ. അത്രയും ബ്രൈറ്റായ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു, അത്രയും ബ്രില്യൻ്റ് ആയ ഒരു സ്റ്റുഡൻറ്റ്. അവനെ കൂട്ടി അയാളുടെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അയാൾ അച്ഛനെ വിളിക്കുന്നുണ്ട്. ഇയാൾ, നിങ്ങളുടെ മകൻ എൻ്റെ അടുത്തുണ്ട്, കാണാതായ മകൻ. അച്ഛൻ പറയുന്നുണ്ട്, എനിക്കങ്ങനെ ഒരു മകനില്ല, ഞാൻ അവനെ പടിയടച്ച് പിണ്ടം വെച്ചിരിക്കുന്നു, ദയവായിട്ട് ബുദ്ധിമുട്ടിക്കരുത്. അച്ഛൻ പറയാ മകനെ പറ്റി. അവനൊരു പെങ്ങളുണ്ട്, അവരുടെ വിവാഹം ഉറപ്പിച്ചതാ. ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത് എനിക്കൊരു മകൻ ഉണ്ടായിരുന്നു, അവൻ മരിച്ചു പോയിരിക്കുന്നു, അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു മകൻ, എന്നെ ദയവായി നിങ്ങൾ ബുദ്ധിമുട്ടിക്കണ്ട. ഇയാൾ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ ആകാംക്ഷയോടുകൂടി അച്ഛനോട് കുത്തി ചോദിച്ചപ്പോഴാണ് മറുപടി പറഞ്ഞത്. NIT ക്യാമ്പസിൽ വെച്ച് ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിയിട്ട് അമേരിക്കയിലൊരു കമ്പനി 10-20 വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ് പെർ മന്ത് 2.5 ലക്ഷം രൂപ ഓഫർ ചെയ്തിട്ട് ഇവരെ ഒരു ട്രെയിനിങ്ങിന് അയക്കുന്നുണ്ട് ഗോവയിലേക്ക്. 10 പേരുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയും, 9 ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും. ആ കമ്പനിയുടെ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ഗോവയിലേക്ക് പറഞ്ഞു വിട്ടു. ഗോവയിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ 2 മാസമോ 3 മാസത്തെ കോഴ്സായിരുന്നു. ആ കോഴ്സിൻ്റെ അവസാനത്തെ ദിവസം ഇവരെല്ലാവരും ഒരുമിച്ച് കൂടി. ഇതിനിടയിൽ ഇടക്കിടക്ക് ഇവരുടെ അടുക്കിലേക്ക് വരുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരൻ ഇവരുമായി കമ്പനി കൂടുന്നുണ്ട്. അവൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഏതായാലും കോഴ്സെല്ലാം കഴിഞ്ഞില്ലേ, നമുക്കൊന്ന് ആഘോഷിക്കണ്ട. അങ്ങനെ ഉണ്ടല്ലോ, നമ്മളെന്തും അങ്ങനെ ഒന്നും ആഘോഷിച്ചില്ലേ. ഇപ്പോൾ ന്യൂ ഇയർ വന്നപ്പോൾ ആഘോഷിച്ചു, വേൾഡ് കപ്പിൽ മെസ്സി ജയിച്ചപ്പോൾ നമ്മൾ ആഘോഷിച്ചു, നമ്മളും മെസ്സിയും കാരണവരും മരുവനെന്നാണ് ആളുകളുടെ ധാരണ. ഇങ്ങനെ ആഘോഷിക്കാനുള്ള എന്തും നമ്മൾ ആഘോഷിച്ചില്ലല്ലോ. അപ്പം അതൊന്ന് ആഘോഷിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും എസ് പറഞ്ഞപ്പോൾ നമ്മുടെ കഥാപാത്രം പറഞ്ഞേ, ഞാൻ നിനക്ക് താല്പര്യമൊന്നുമില്ല, ഞാൻ അത്തരത്തിൽ നിന്ന്. അപ്പോൾ ഈ പെൺകുട്ടിയാണ് ചോദിക്കുന്നത്, നീ ഒരാണല്ലടേ, ഒരു പ്രാവശ്യം അങ്ങ് ഉപയോഗിച്ചു വിട്ടാൽ എന്താ, നമുക്കൊന്ന് ആഘോഷിച്ചു വിട്ടാൽ എന്താ? അത് ഓനെ വല്ലാതെ ഹട്ട് ചെയ്തു. അങ്ങനെയാണല്ലോ ഈ സുഹൃത്തുക്കളാണ്
ഈ വൈക്ക് കൊണ്ടുപോവുക. ചോദിക്കൂ, എന്താണ് എനിക്ക് ധൈര്യമില്ലേ? എന്താ ഒന്നങ്ങ് വലിച്ചു വിട്ടാൽ, അല്ലെങ്കിൽ ഒന്നങ്ങ് എടുത്തു വിട്ടാൽ? ഇത് കുട്ടികൾ എന്ത് ചെയ്യുന്നറിയാ? കുട്ടികളുടെ ക്യൂരിയോസിറ്റി, കുട്ടികളുടെ ആകാംക്ഷയും, കുട്ടികൾ ഞാൻ ഉഷാറാണെന്ന് തെളിയിക്കാനുള്ള വ്യഗ്രതയുടെയും ഭാഗമായിട്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങും. അങ്ങനെ ഉപയോഗിച്ചതാണ് ഒരു പ്രാവശ്യം. ആ ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് പിറ്റേന്ന് വൈകുന്നേരമായപ്പോൾ ഇവനെയും തേടിച്ചെന്നു ഈ പയ്യൻ. ഇന്നലെ കൊണ്ടെത്തുന്ന സാധനം ഒരു കുറച്ച് തരുമോ? പണം വേണമെന്ന് പറഞ്ഞു. ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തതാ, പണം കൊടുത്തു. മൂന്നാമത്തെ ദിവസം വീണ്ടും ആവശ്യപ്പെട്ടു, നാലാമത്തെ ദിവസവും ആവശ്യപ്പെട്ടു. പണം തീർന്നപ്പോൾ സുഹൃത്തിൻ്റെ റൂംമേറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം കളവ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. റൂംമേറ്റ് അവനെ റൂമിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ടൂറിസ്റ്റുകളായി വരുന്ന ആളുകളുടെ ബാഗ് മോഷ്ടിച്ച് അതിൽ നിന്നുള്ള പണം കൊടുക്കാൻ തുടങ്ങി. പിന്നീട് അച്ഛൻ ഇങ്ങനെയോ ഈ വിവരം അറിയുന്നുണ്ട്. അച്ഛൻ വന്നു നോക്കുന്ന സമയത്ത് ഒരു റൂമിൽ ഒരു കൊതുകിനെ പോലെ ഇങ്ങനെ ഇരിക്കുന്നു. കൈ വിറച്ച തൻ്റെ പ്രിയപ്പെട്ട മകൻ കൂട്ടിക്കൊണ്ടുപോയി പ്രഗത്ഭമായ ആശുപത്രിയിൽ കിടത്തി ചികിത്സിച്ചു. മൂന്നാമത്തെ ദിവസം അവിടുന്ന് ചാടി, അവിടുന്ന് വീണ്ടും പിടിച്ചു, വീണ്ടും ഇങ്ങനെ നിരന്തരമായി പിന്തുടർന്ന് ചികിത്സിച്ച് ഒരു പരിധി എത്തും ഇവൻ അവിടുന്ന് ചാടും. പിന്നെ അച്ഛൻ പറഞ്ഞു, നീ നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി. വീട്ടിൽ കർമ്മം നടത്തി പിണ്ടം വെച്ച് പുറത്താക്കി. അതുകൊണ്ട് ദേവി എൻ്റെ അടുത്ത് അവനെ കൊണ്ടുവരരുതെന്ന് ഒരച്ഛൻ പറയുന്നൊരവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഈ പുതുതലമുറയിൽപ്പെട്ട ലഹരി ഉപയോഗിച്ച് പ്രാന്തായിപ്പോയ കുട്ടികളുടെ അച്ഛനമ്മമാരാ, മറ്റാരുമല്ല. ഇതൊരു ഉന്മാദ അവസ്ഥയിലേക്ക് പോവുക. ഒരു ചെറിയൊരു ഡോസ് കൊണ്ട് സ്വർഗത്തിലെത്തും അവർ. ഹൂറിലിങ്ങളെ കാണും. രണ്ടാമത്തെ സ്റ്റെപ്പാകുമ്പോൾ അങ്ങ് ഡൗൺ ആവും. പിന്നെ ഹൂറിലിങ്ങളല്ല കാണുക, പിന്നെ ചെകുത്താന്മാരെയാണ് കാണുക. ആദ്യം ഹൂറിലിങ്ങളുടെ കൂടി നൃത്തം ചെയ്യുന്നവൻ പിന്നീട് ചെകുത്താൻ്റെ കൂടെ സംഘനൃത്തം ചെയ്യും. പിന്നീട് അവൻ എന്താവും? ഡാർക്കുളയുടെ രൂപത്തിൽ വയലൻ്റ് ആവും. കിട്ടിയില്ലെങ്കിൽ ഭയങ്കര വയലൻ്റ് ആവും. അടിച്ച് പൊളിക്കും, എന്തും തകർത്ത് കളയും. ഈ സാധനം കിട്ടാതെ വരുമ്പോൾ വെച്ചാൽ കളവ് തുടങ്ങും, പിടിച്ചു പറി തുടങ്ങും. ഉമ്മയാണോ വാപ്പയാണോ അച്ഛനാണോ അമ്മയാണോ നോക്കൂല, കൊന്നിട്ടെങ്കിലും പണം സമ്പാദിക്കാൻ നോക്കും, പണം എടുത്തുകൊണ്ട് പോകാൻ നോക്കും. ആരെയും അവർക്ക് ഒരു മനുഷ്യനെയും ഭയമുണ്ടാവില്ല, നിയമത്തെ ഭയക്കില്ല, ആരെയും ഭയക്കില്ല. ഇങ്ങനൊരവസ്ഥയിലേക്ക് ഇരട്ടി സന്തോഷം നൽകുന്ന, പതിയെ പതിയെ മനുഷ്യനെ കൊന്നുകൊണ്ടിരിക്കുന്ന ഈ ലഹരിക്കെതിരെ നമ്മൾ എത്രമാത്രം ജാഗ്രത പുലർത്തണമെന്ന് ഞങ്ങൾ ആലോചിക്കുക. അത്രയും മാരകമായ തരത്തിലുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ഈ കുഞ്ഞ് പ്രസവിച്ചപ്പോൾ അതിനിങ്ങനെ ചേർത്ത് വെച്ചിട്ടില്ലേ? നമ്മളൊന്ന് ആലോചിച്ചു, ഈ ചേർത്ത് വെച്ചിട്ട് ഒരു പ്രസവത്തിൻ്റെ വേദന എന്ന് എത്രമാത്രമായിരിക്കും? എല്ല് മുറിഞ്ഞു പോകുന്ന തരത്തിൽ വേദനിക്കുന്ന ഒരു ഉമ്മ തൻ്റെ പ്രസവത്തിൻ്റെ ക്ഷീണത്താൽ ക്ഷീണം ബാധിച്ചിട്ട്, ആ ക്ഷീണത്തിൻ്റെ മുകൾ ക്ഷീണം ബാധിച്ച് ഈ കൈയെങ്ങാൻ തൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ വീണിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ സംസാരിക്കാൻ ഞാനുണ്ടാകുമായിരുന്നോ? എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട് ആ ക്ഷീണത്തിൽ കിടന്നു പോയപ്പോൾ ഉമ്മാൻ്റെ കൈ എങ്ങാൻ എൻ്റെ മേലിൽ വീണതിന് എന്താ അവസ്ഥ? ഇന്നേ വരെ ഒരു കുഞ്ഞിനും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ലേബർ റൂമിൻ്റെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാനിൻ്റെ ആ കാറ്റിൻ്റെ ശക്തി കൊണ്ട് വെള്ളത്തുണിയിൽ പൊതിഞ്ഞിരിക്കുന്ന രൂപത്തിൻ്റെ മൂക്കിൻ്റെ മുകളിലേക്ക് പാറി വന്ന തുണി ശ്വാസം മുട്ടിച്ചു പോയിരുന്നുവെങ്കിൽ അങ്ങനെയൊന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എത്രമാത്രം കരുതലോടുകൂടിയാണ് ഗർഭവും ഗർഭശേഷമുള്ള പരിചരണവും നമ്മുടെ കുട്ടികൾക്ക് നൽകിയത് എന്ന് നമുക്ക് ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറത്താ, അല്ലേ? ഊഹിക്കുന്നതിനേക്കാൾ അപ്പുറത്താ. ഇപ്പം മക്കളെ കാത്തിങ്ങനെ ഇരിക്കുക ഉമ്മ. പതിവായൻ്റെ ഉമ്മ പടിവാതിൽ കാത്ത് നിന്ന്, പുകയായും പൊടിയായും രാവേറെ ഞാൻ നിന്ന്. ഉമ്മ ഇങ്ങനെ കാത്തുക്കും മോന. ഓനെന്ത് ചെയ്യും തന്നെ, അടുത്ത് കുറച്ച് പൊടിയും അടുത്ത് കുറച്ച് പുകയും എല്ലായിട്ട് 4 കാലുമ്മൽ വരും. ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നു ഈ ഉമ്മക്ക്. വാപ്പ വളരെ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. ഉമ്മയെ താങ്ങും തണലുമാകുമെന്ന് പ്രതീക്ഷിച്ച ഉമ്മക്ക് തെറ്റിയത് ഒരു 24 വയസ്സായപ്പോഴാണ്. വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉമ്മ. ഞങ്ങളോട് പറയുന്നുണ്ട്, എൻ്റെ മകൻ എന്നും വൈകുന്നേരം 5 മണിക്ക് വീട്ടിലെത്തും. +2 പഠനം അവസാനിപ്പിച്ചതാണ് അവൻ. കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി അവൻ പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോകും. 700 രൂപ കൂലി കിട്ടിക്കഴിഞ്ഞാൽ 500 എനിക്ക് തരും, 200 അവൻ പോക്കറ്റ് മണി എടുക്കും.
അതിങ്ങനെ തുടർന്ന് വന്നു. ഒരു ദിവസം ഞാൻ നോക്കുന്ന സമയത്ത് സിഗരറ്റിൻ്റെ ഭയങ്കര മണം. വാതിലടച്ച് റൂമിലിരുന്ന് സിഗരറ്റ് വലിക്കുന്നു. ഞാൻ വിചാരിച്ചു ചെറിയ മോനല്ലേ, ഒന്ന് വലിച്ചോട്ടെ എന്ന്. 22 വയസ്സായ സിഗരറ്റ് അങ്ങ് വലിച്ചു വിട്ടേന്ന്. പക്ഷേ ഓരോ ദിവസം കഴിയുന്നതും പുകയിലയുടെ മണത്തിന് മറ്റു ചില മണങ്ങൾ കൂടി കടന്നു വന്നു. അപ്പോഴാണ് ഞാൻ വൈകിപ്പോയിരുന്നു സാറേ. ഈ സിഗരറ്റിൻ്റെ ഉള്ളിൽ അവൻ കഞ്ചാവ് തെരച്ച് വലിക്കുകയായിരുന്നു. ഇന്ന് എൻ്റെ മകൻ അതാ കുത്തിരിക്കുന്നു. ഇങ്ങനെ കുത്തിരിക്കും അവൻ, ഇങ്ങനെ കുത്തിരിക്കും. വടകര റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ടീമിനെ കാണാം. കൊച്ച കുത്തിരിക്കും പോലെ കുത്തിരിക്കും. ഇങ്ങനെ ഓരോന്ന് ചിറക് വെക്കണേ 9 മണിയാണ് സാധനം കിട്ടണം, എന്നാലും ഇങ്ങനെ ചിറക് വെക്കും. അതുവരെ ഇങ്ങനെ കുത്തിരിക്കൂ. സ്ഥിരമായിട്ട് അടിച്ച് ഇങ്ങനെ ആയിപ്പോയതാ. ചില വിദേശ രാജ്യങ്ങളില്ല, നമ്മൾ ഈ പറഞ്ഞ ഡൽഹി, ബോംബെ പോലെ സ്ഥലങ്ങളിൽ ചില ഗല്ലികളിൽ ചില രൂപങ്ങൾ നിങ്ങൾക്ക് കാണാം. ആ കാണുന്ന രൂപത്തിൻ്റെ എല്ല് ഇങ്ങനെ മുഴച്ചു നിൽക്കുന്നുണ്ടാകാം. പല്ലുകൾക്ക് വല്ലാത്തൊരു വൃത്തികെട്ട മണമായിരിക്കും. വായക്ക് ഉള്ളിൽ ഒരു തരം നോള ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മൂക്കിൻ്റെ ഉള്ളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പൊടിപടലങ്ങൾ കാണാം നമുക്ക്. എണ്ണമയം നഷ്ടപ്പെട്ടു പോയ മുടി, വൃത്തിയില്ലാത്ത പാൻറ്റും ജീൻസും, കീറിപ്പറഞ്ഞ വസ്ത്രം, നഖങ്ങൾ ഇങ്ങനെ നീട്ടിയിട്ട് ആ നഖത്തിൻ്റെ ഉള്ളിൽ ചേറ് വന്നിട്ട് ഇങ്ങനെ പുഴുത്തിട്ടുണ്ടാകും. നമ്മളെ കാണുന്ന സമയത്ത് ഇങ്ങനെ കൈ നീട്ടും, എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട്. ഒരു ഉമ്മയുടെ വയറ്റിൽ പിറന്ന അമ്മയുടെ പ്രിയപ്പെട്ട മകനായിരിക്കും അത്. വീട് വിട്ടിറങ്ങിപ്പോകുന്നതാ. കാരണം എത്ര കാലം ഇങ്ങനെ പോറ്റുക. ഇതൊക്കെ വളരെ മുമ്പ് അങ്ങൊക്കെ ഇങ്ങൊക്കെ നടന്ന സംഗതികളാണെങ്കിൽ ഇന്ന് നമ്മുടെ നാടിലേക്ക് ഇതിങ്ങനെ മെല്ലെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു.